had your breakfast? Okay, today we are going to study a beautiful story. I know all of you like stories, am I right? Okay, we know that there is a character in the story. There is a character in each story, am I right? Can you guess who is the character in this story? Okay, let's see the picture. Who is the character? Say the name. Yes, our monkey. Do you like monkeys? Character is a monkey. A character is a little monkey. Okay, what is mean by little? Yes, little means small. Okay, in this story we have a character that is a monkey. Okay, before starting our chapter story, I am going to ask some questions. All of you listen here. Is anyone in your class whom you like most? Is anyone in your class whom you like most? What's the reason? Okay, we love someone very much. What's the reason? Yes, we know that there is some speciality. They have some speciality, am I right? Okay, that attract us to love them. They want to be like him or her. Why? നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ക്ലാസ്സിൽ ആരെയെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സില് നിങ്ങൾക്ക് ക്ലാസ്സില് ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ? അപ്പൊ അതിൽ നിങ്ങൾക്ക് ആരെങ്കിലും കൂടുതലായിട്ട് ഇഷ്ടമുണ്ടോ? എന്താണ് അതിന്റെ റീസൺ? കാരണം എന്താണ്? അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും, ഒരു പ്രത്യേകത, മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ അവരിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലെ? അവരുടെ പേരൊക്കെ ഒന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ നെഗറ്റീവ് ക്വാളിറ്റീസ് ഒന്നും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യരുത്. ഓൺലി ദ പോസിറ്റീവ് ക്വാളിറ്റി. നമ്മൾ അവരുടെ നല്ല വശങ്ങൾ മാത്രം എന്ത് ചെയ്യണം? സ്വീകരിക്കണം അല്ലെ? ഓക്കെ, in this story we can see a little monkey. He has some desires. Okay, അവൻ എന്താണ്? നമ്മളുടെ സ്റ്റോറിയിൽ നമുക്ക് എന്താ ഒരു ലിറ്റിൽ മങ്കിയെ കാണാം. നമ്മളുടെ ക്യാരക്ടർ ആരാന്നാ പറഞ്ഞത്? Yes, our character is a little monkey. Am I right? Okay, അപ്പൊ നമ്മളുടെ ക്യാരക്ടർ ആയിട്ടുള്ള ലിറ്റിൽ മങ്കിക്ക് എന്താണ്? ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു മങ്കി ആയിരുന്നു. ആംബിഷൻസ്, am I right? നമുക്കും ഉണ്ട് ആഗ്രഹങ്ങളൊക്കെ അല്ലേ? നിങ്ങളുടെ ആഗ്രഹം എന്താണ്? എന്തായി തീരാനാണ്? ഓക്കെ, പലർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ആംബിഷൻസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോ നമ്മളുടെ ലിറ്റിൽ മങ്കി കുഞ്ഞു കുട്ടിയാണ്. അപ്പൊ അവനെന്താണ്? അവനും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും അവന്റെ ആഗ്രഹങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, the name of the story is I Want. The name of the story is I Want. What is the name of the story? Yes, the name of the story is I Want. What is mean by want? What is mean by want? Yes, want mean want mean need of something. Want means need of something. Okay, എന്താണ് വാണ്ട് എന്ന് പറഞ്ഞാല്? വാണ്ട് എന്ന വേർഡ് മീനിങ് എന്താണ്? യെസ്, നീഡ് മീൻസ് ആവശ്യം, ആഗ്രഹം എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റോറിയുടെ പേരാണ് ഐ വാണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഐ വാണ്ട്, എനിക്ക് ആവശ്യമുണ്ട്. So we know that there is a character in our story. There is a character in our, there is someone. We know that അവിടെ ആരോ ഉണ്ട് അല്ലേ? ഐ വാണ്ട്, എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമുക്കറിയാം അവിടെ ആരോ ഉണ്ട് അല്ലേ? ആരുടെയൊക്കെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളെയാണ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അല്ലേ? അത്തരത്തിലുള്ള ഒരു സ്റ്റോറി ആയിരിക്കും ഇത്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും അല്ലേ? All of you listen here. I'm going to read. I want to be big, says little monkey. I want to be strong. I want to be big, says little monkey. I want to be strong. Listen here.
Our story is starting with the words of little monkey. Our story is starting with the words of little monkey. ആരുടെ വാക്കുകളിലൂടെയാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്? യെസ്, ലിറ്റിൽ മങ്കിയുടെ വേർഡ്സിലൂടെയാണ് നമ്മളുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, ആരംഭിക്കുന്നത്. എന്താണ് അവൻ പറയുന്നത്? I want to be big. I want to be strong. It is the wish of little monkey. We know that little monkey is a small one. Am I right? So he want to be big. He want to be big and strong. നമുക്കറിയാം, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളുടെ ആഗ്രഹം എന്തായിരിക്കും? നമുക്ക് വലുതാവണം എന്നുള്ള ആഗ്രഹമായിരിക്കും അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ ലിറ്റിൽ മങ്കിക്ക് എന്താണ് ആഗ്രഹം? യെസ്, he want to be big and strong. അവര് നല്ല വലിയവനും അതുപോലെ തന്നെ എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു മങ്കി ആവാനാണ് അവന്റെ ആഗ്രഹം. Then listen. A wise woman hears him. Take this magic wand, she says, and all your wishes can come true. A wise woman hears him. Take this magic wand, she says, and all your wishes can come true. Okay, അപ്പൊ എന്താണ് ഇവന് നമ്മളുടെ ലിറ്റിൽ മങ്കിയുടെ വേർഡ്സ് ആരാ കേട്ടത്? Who heard the voice of little monkey? Yes, a wise woman. ആരാണ് wise woman? യെസ്, ഒരു മന്ത്രവാദിനിയായിട്ട് വാക്കുകൾ കേട്ടു. നമ്മളുടെ ലിറ്റിൽ മങ്കിയുടെ വാക്കുകൾ കേട്ടു. അപ്പൊ അവരെന്താ ചെയ്തത്? She gave a magic wand to him. അവൻ എന്ത് നൽകി? She gave a magic wand. What is mean by magic wand? What is mean by magic wand? Yes, മാന്ത്രിക വടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മളുടെ മായാവിയുടെ കയ്യിലൊക്കെ ഉണ്ട് അല്ലെ മാന്ത്രിക വടി. അതുപോലെ ഒരു മാന്ത്രിക വടി ആർക്ക് കൊടുത്തു? നമ്മളുടെ ലിറ്റിൽ മങ്കിക്ക് കൊടുത്തു. Who gave a magic wand to little monkey? Yes, a wise woman. Okay, അപ്പോ നമ്മളുടെ ലിറ്റിൽ മങ്കി പറയാണ്, എനിക്ക് നല്ല സ്ട്രോങ് ആയ ബിഗ് ആയ ഒരു മങ്കി ആവണമെന്ന് പറയും വുമൺ. അവന്റെ വാക്കുകൾ കേൾക്കുകയാണ്. നമുക്കറിയാം, ജംഗിളിലായിരിക്കും, ഫോറസ്റ്റിലായിരിക്കും ആരുണ്ടാവുക? യെസ്, മങ്കീസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ അവിടെ ഉള്ള ഒരു മന്ത്രവാദിനി അവന്റെ വാക്കുകൾ കേട്ടു. അപ്പൊ അവരെന്ത് ചെയ്തു? അവർക്ക് സിമ്പതി തോന്നിയിട്ട് എന്ത് ചെയ്തു? ഒരു മാന്ത്രിക വടി നമ്മളുടെ ലിറ്റിൽ മങ്കിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് എന്താ പറയുന്നത് നോക്കൂ. She says, and all your wishes can come true. ആ മാന്ത്രിക വടി കയ്യിൽ കൊടുത്തിട്ട് എന്താ പറഞ്ഞത്? All your wishes can come true. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും എന്ത് ചെയ്യും? സഫലീകരിക്കും, സത്യമായി തീരും. നീ എന്താഗ്രഹിക്കുന്നു, ഈ മാന്ത്രിക വടി പിടിച്ചിട്ട് നീ എന്തു പറയുന്നോ അത് സത്യമായി തീരുമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ മന്ത്രവാദിനി വോയിസ് വുമൺ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കറിയാം, അങ്ങനെ ഒരു മാജിക് വാണ്ട് കിട്ടിയപ്പോ നമ്മളുടെ ലിറ്റിൽ മങ്കി വളരെ ഹാപ്പി ആയില്ലേ? He become very happy, or little monkey become very happy. Why? Yes, he get a magic wand. അവന് എന്താ കിട്ടിയത്? മാജിക് വാണ്ട് അല്ലെ, ഒരു മാന്ത്രിക വടി കിട്ടി. അപ്പൊ അവന് സന്തോഷായി. A giraffe come by. He stretches his long neck. He eats the sweet leaves at the top of the trees. A giraffe come by. അപ്പൊ എന്താണ്? ആ വഴി ഒരു ജിറാഫ് അങ്ങനെ വരുന്നുണ്ട്. He stretches his long neck. He eats the sweet leaves at the top of the trees. We know that giraffe has a long neck. നമുക്കറിയാലേ, ജിറാഫിന് എന്തുണ്ട്? ലോങ് നെക്ക് ഉണ്ട്. അതാണ് ജിറാഫിന്റെ സ്പെഷ്യാലിറ്റി. Am I right? Giraffe has a long neck. That is his speciality. So he can eat leaves at the top of the tree. അവന് എന്തിനു പറ്റും? നല്ല ലോങ് നെക്ക് ഉള്ളത് കൊണ്ട് അവന് എന്തിനു പറ്റും? ടോപ്പിലുള്ള ട്രീസിന്റെ ഒക്കെ ഏറ്റവും മുകളിലുള്ള തളിരിലകളൊക്കെ കഴിക്കാൻ ജിറാഫിന് പറ്റും. ഓക്കെ, on seeing the giraffe, our little monkey has a
ഡിസയർ. ജിറാഫിനെ കണ്ടപ്പോൾ നമ്മളുടെ ലിറ്റിൽ മങ്കിക്ക് ഒരു ആഗ്രഹം എന്തായിരിക്കും? Can you guess? Okay, let's see. I want a long neck, says little monkey. അപ്പൊ എന്താണ്? യെസ്, നല്ല ലോങ് നെക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ജിറാഫിന് എന്താണ് ഏറ്റവും ടോപ്പിലുള്ള ട്രീസിന്റെ ഏറ്റവും ടോപ്പിലുള്ള തളിരിലകളൊക്കെ കഴിക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പോ എന്താണ് നമ്മളുടെ ലിറ്റിൽ മങ്കിക്കും അതുപോലെ തളിരിലകളൊക്കെ കഴിക്കാൻ അതിന് എന്താവശ്യമാണ്? ലോങ് നെക്ക്. അപ്പൊ എന്തായിരിക്കും അവന്റെ ആഗ്രഹം? ആവശ്യം എന്തായിരിക്കും? You want a long neck, says little monkey. അപ്പൊ എന്താണ് നമ്മളുടെ ലിറ്റിൽ മങ്കിക്ക് ഒരു ലോങ് നെക്ക് വേണമെന്ന് ആഗ്രഹിക്കാണ്. ഓൺ ദ സ്പോട്ട് there is a sound, pop. അപ്പൊ എന്താണ് പെട്ടെന്ന് ഒരു സൗണ്ട് ഉണ്ടായി. മാന്ത്രികവടിയാണ് കയ്യില് അല്ലെ? അപ്പൊ എന്താഗ്രഹിച്ചാലും അത് സാധ്യമാവുന്ന നമ്മളുടെ വൈസ് വുമൺ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലിറ്റിൽ മങ്കി പറഞ്ഞു ഐ വാണ്ട് എ ലോങ് നെക്ക്, എനിക്കൊരു വലിയ കഴുത്ത് വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് his neck grows long just like the giraffe. അപ്പൊ എന്താണ് അവന്റെ ആവശ്യം കേട്ടതും നമ്മളുടെ ലിറ്റിൽ മങ്കിയുടെ നെക്ക് ഗ്രോ ചെയ്യാൻ തുടങ്ങി. അതായത് അവന്റെ നെക്ക് വളരാൻ തുടങ്ങി. ജസ്റ്റ് ലൈക്ക് ദ ജിറാഫ്. അവന്റെ നെക്ക് എങ്ങനെയായി? ജിറാഫിന്റെ നെക്ക് പോലെയായി. ജിറാഫിന്റെ നെക്ക് എങ്ങനെയാണ്? യെസ്, എ ലോങ് നെക്ക്. സോ ഹിയറിംഗ് ദിസ് ഹിസ് വാണ്ട് his neck began to grow just like the giraffe. So our little monkey is happy. അപ്പൊ അവന്റെ ഒരു ആഗ്രഹം സാധ്യമായി അല്ലേ? അപ്പൊ എന്തായിരിക്കും? സങ്കടാണോ സന്തോഷാണോ വരിക? Yes, we know that he become very happy. അല്ലേ? അവന് നന്നായിട്ട് സന്തോഷായിട്ടുണ്ടാവില്ല. An elephant comes down to the river. അപ്പൊ ഒരാഗ്രഹം സാധ്യമായി. അടുത്തത് എന്താണ്? ഇനി ആരോ വരുന്നുണ്ട്. ആരാണത്? നോക്കൂ. Just listen the picture. Who? Yes, an elephant. അപ്പൊ അടുത്തത് വരുന്നത് ആരാണ്? എലിഫന്റ് ആണ് വരുന്നത് അല്ലേ? ഓക്കെ, എങ്ങോട്ടേക്കാ വരുന്നത്? An elephant comes down to the river. പുഴയിലേക്കാണ് വരുന്നത് അല്ലേ? He fills his trunk with water. എന്നിട്ട് എന്താ ചെയ്തത്? എലഫന്റ് വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? He fills his trunk with water. അവന്റെ trunk, what is mean by trunk? Yes, തുമ്പിക്കൈ. Right? We know that elephant can fill water in the trunk. Elephants can fill water in his trunk. അവന്റെ തുമ്പിക്കൈയിൽ വെള്ളം ശേഖരിക്കാൻ കഴിയും അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? He comes down to the river and fill his trunk with water. അവന്റെ തുമ്പിക്കൈ നിറയെ വെള്ളം ശേഖരിച്ചു. He blows it all over himself. എന്നിട്ട് എന്താ ചെയ്തത്? He blows it all over himself. അവനെ ആ തുമ്പിക്കൈയിലുള്ള വെള്ളം എല്ലായിടത്തും ചീറ്റി. ഓക്കെ, തുമ്പിക്കൈയിൽ വെള്ളം നിറച്ചു. തുമ്പിക്കൈയിലുള്ള വെള്ളം എന്ത് ചെയ്തു? Yes, he blows it all over himself. I want to do that too. On seeing this, our little monkey has another wish. Okay, അത് കണ്ടപ്പോ നമ്മളുടെ ലിറ്റിൽ മങ്കിക്ക് വേറൊരു ആഗ്രഹം കൂടെ വന്നു. എന്തായിരിക്കും അത്? Can you guess? Yes, he says he want to do that too. അവൻ എന്ത് ചെയ്യണം? അവനും തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച് ചീറ്റിക്കളയണം അല്ലെ? അപ്പോ എന്ത് വേണം? ട്രങ്ക് ആവശ്യമാണ് അല്ലെ? So he want a trunk. Says little monkey. I want to do that too. Says little monkey. Bang. എന്തായിരിക്കും സൗണ്ട്? യെസ്, അവന്റെ വിഷസ് ട്രൂ ആവാൻ പോവാണല്ലേ? അവന്റെ ആഗ്രഹം സത്യമാവാൻ പോവുകയാണ്. Just like that he grows a trunk. അപ്പൊ എന്ത് സംഭവിച്ചു? എലഫന്റിനെ പോലെ ആർക്കും ട്രങ്ക് ഉണ്ടായി. യെസ്, നമ്മുടെ ലിറ്റിൽ മങ്കിക്കും എലഫന്റിനെ പോലെ ഒരു ട്രങ്ക് വളർന്നു. He is very happy. At that time he is thrilled with joy. He is very happy. അവൻ വളരെ സന്തോഷമായി. This
അവൻ എന്ത് പറഞ്ഞു, അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് അല്ലെ, അപ്പൊ അതൊരു തമാശയായി തോന്നി. ഓക്കെ, we will discuss the remaining part in the next day, and we will see the climax of the story in the next class. Okay, then I'm going to ask some questions. All of you listen here. Today we discuss a story of Little Monkey. Today we discuss the story of whom? Yes, Little Monkey. And say what is his wish? What in the opening? In the opening of the story, we hears the voice of Little Monkey. Am I right? We can hear the voice of Little Monkey. What he said? Yes, he says he want to be big and strong. Am I right? Okay. Okay, at that time, who hears his voice? Who hears his voice? Yes, a wise woman hears the voice of Little Monkey. Am I right? Okay, then can you say who is the first one come by? Can you say who is the first animal come by passing nearby the Little Monkey? Yes, giraffe. What is his speciality? Yes, giraffe has a long neck and he can eat the leaf at the top of the trees. Am I right? Okay. What is his first wish? What is the first ambition or first desire of Little Monkey? Yes, he want to grow a long neck. He want a long neck. Am I right? Okay. The next one is an elephant. Am I right? Okay. At that time, when seeing the elephant, the Little Monkey was eager to grow a trunk. Am I right? So at that time he grows a trunk. At that time he grows a trunk. എന്തൊക്കെയാ പറഞ്ഞത് നമ്മളിന്ന്? ലിറ്റിൽ മങ്കിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. ലിറ്റിൽ മങ്കിക്ക് എന്താവാനായിരുന്നു ആഗ്രഹം? സ്ട്രോങ്, ബിഗ് ആൻഡ് സ്ട്രോങ് അല്ലെ. ബിഗ് ആൻഡ് സ്ട്രോങ് ആവാനായിരുന്നു ആഗ്രഹം. കാരണം എന്താ, അവൻ കൊച്ചു കുട്ടിയാണല്ലേ. അപ്പൊ നമുക്കറിയാം ചെറിയ കുട്ടികളെ എന്നും വലിയവരെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ലിറ്റിൽ മങ്കിക്ക് വലിയൊരു കുരങ്ങനാവാനായിരുന്നു ആഗ്രഹം. അങ്ങനെ അത് കേട്ട അവന്റെ ഈ വേർഡ്സ് ഒരു വൈസ് വുമൺ ശ്രദ്ധിച്ചു, കേട്ടു. ആ സമയത്ത് വൈസ് വുമൺ എന്ത് ചെയ്തു, ഒരു മാജിക് വാണ്ട് ഓഫർ ചെയ്യാണ്. ആ മാജിക് വാണ്ട് കയ്യിൽ കൊടുത്തിട്ട് എന്ത് പറഞ്ഞു, all your wishes come true. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവാൻ പോവുകയാണ്. ഈ വടി പിടിച്ച് നീ എന്ത് പറയുന്നോ അത് സത്യമാവാൻ പോവുകയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഫസ്റ്റ് അത് ആ മാജിക് വാൻ കയ്യിൽ കിട്ടി. ആദ്യമായിട്ട് നമ്മളുടെ ലിറ്റിൽ മങ്കി കാണുന്നത് ആരെയാണ്? ജിറാഫിനെയാണല്ലേ. അപ്പൊ ജിറാഫ് വന്നപ്പോ ജിറാഫിന്റെ എന്ത് സ്പെഷ്യാലിറ്റിയാണ് അവൻ ശ്രദ്ധിച്ചത്? യെസ്, ജിറാഫ് എന്ത് ചെയ്യുന്നു, ഏറ്റവും ടോപ്പിലുള്ള ട്രീസിലെ ഏറ്റവും ടോപ്പ്, നമുക്കറിയാം ഇലയാണ്, ഇലവർഗ്ഗങ്ങളൊക്കെയാണ് ആര് കഴിക്കുക? ജിറാഫും മങ്കീസൊക്കെ കഴിക്കുക അല്ലെ, പഴങ്ങളും ഇലകളൊക്കെ. അപ്പൊ ജിറാഫ് ഏറ്റവും ടോപ്പിലുള്ള തളിരിലകൾ, അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ആ തളിരിലകളൊക്കെ ആർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്? ജിറാഫിന് കഴിക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ജിറാഫിന് ഏറ്റവും ലോങ് ആയിട്ടുള്ള ഒരു നെക്കാണ്. അപ്പൊ അത് കണ്ടപ്പോ നമ്മളുടെ ലിറ്റിൽ മങ്കിക്ക് ഒരു ലോങ് നെക്കിന് എന്തായി, ആശ വന്നു അല്ലെ. ലോങ് നെക്ക് ഉണ്ടാവണമെന്ന് അവന് ആഗ്രഹിച്ചു. അങ്ങനെ അവന് വലിയൊരു കഴുത്തുണ്ടായി. ദെൻ പിന്നെ വന്നത് ആരായിരുന്നു? നമ്മുടെ എലഫന്റ് ആയിരുന്നു അല്ലെ. നമുക്കറിയാം എലഫന്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവന്റെ ട്രങ്ക് ആണ് അല്ലെ. അവനൊരു തുമ്പിക്കൈ ഉണ്ട്. ആ തുമ്പിക്കൈയില് വെള്ളമൊക്കെ ഫില്ല് ചെയ്തിട്ട് അവനങ്ങനെ എല്ലാ ഭാഗത്തേക്കും തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോ ലിറ്റിൽ മങ്കിക്ക് ഭയങ്കര തമാശയായി, ഭയങ്കര രസമായി. അപ്പൊ എന്ത് ചെയ്തു, എനിക്ക് അതുപോലെ ചെയ്യണം എന്ന് അവൻ ആഗ്രഹിച്ചു. ഓൺ ദ സ്പോട്ടിൽ അവൻ എന്ത് ചെയ്തു, ഹി ഗ്രോസ് എ ട്രങ്ക്. അവനൊരു ട്രങ്ക് ഉണ്ടായി അല്ലെ. ഇനി അവൻ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ, അത് നമുക്ക് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും പോർഷൻസ് യു റീഡ് ദീസ് പോർഷൻസ് വെരി വെൽ ആൻഡ് ട്രൈ ടു ഗ്രാസ്പ് ദ മീനിങ് and understand if you have any doubt, ask me and try to understand the meaning of the story. Okay, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത്
ടേക്ക് എ ഡിക്ഷണറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മീനിങ്. നിങ്ങൾ ഡിക്ഷണറി എടുത്തിട്ട് സ്മോൾ വേർഡ്സ്, ചെറിയ ചെറിയ വേർഡ്സിന്റെ മീനിങ് ഒക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാതെ പോകുന്നുണ്ടാവില്ലേ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിക്ഷണറി വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സില് ലാസ്റ്റ് ഭാഗം നമ്മളുടെ ക്ലൈമാക്സുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ it is the time to wind up our class. So bye, see you.